റഷ്യ യുക്രൈൻ യുദ്ധം ആയുധങ്ങൾ കൊണ്ടുള്ള പോരാട്ടത്തിനും അപ്പുറം വേറൊരു ലെവലിലേക്ക് കടക്കുകയാണ്. മിസൈലുകളും ആറ്റം ബോംബുകളും കൊണ്ട് മാത്രം റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ആയുധങ്ങൾക്കും അപ്പുറം മനുഷ്യരാശിയെ തന്നെ നിശബ്ദമായിട്ട് തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഒരു അദൃശ്യ യുദ്ധത്തിന്, ഒരു ഇൻവിസിബിൾ വാറിന് റഷ്യ കളമൊരുക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണക്കാരെ കൊന്നൊടുക്കാൻ വ്ളാഡിമിർ പുടിന്റെ സൈന്യം ഇത്തവണ കയ്യിലെടുത്തിരിക്കുന്നത് ആയുധങ്ങളല്ല, മറിച്ച് 100-ലധികം വർഷം മണ്ണിൽ ജീവനോടെ കിടക്കാൻ ശേഷിയുള്ള ആന്ത്രാക്സ് എന്ന മാരക രോഗാണുവിനെയാണ്. യുക്രൈൻ മിലിറ്ററി ഇന്റലിജൻസ് ഇതിനെ വിശേഷിപ്പിച്ചത് ഒരൊറ്റ വാക്കിലാണ്: ബയോളജിക്കൽ ടെററിസം. തങ്ങൾ പിടിച്ചടക്കിയ മണ്ണിൽ റഷ്യ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ബയോ ബോംബ് എന്താണ്? ഇത് റഷ്യയുടെ വെറും ഒരു അനാസയാണോ, അതോ ലോകത്തെ മുഴുവൻ കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള കെണിയാണോ? നമുക്ക് വിശദമായിട്ട് നോക്കാം. യുക്രൈൻ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള മിലിറ്ററി ഇന്റലിജൻസ് ഏജൻസിയായ HUR പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം റഷ്യൻ അധിനിവേശത്തിലുള്ള ഖേഴ്സൺ റീജിയണിലാണ് ഈ ഒരു വൻ ചതി നടക്കുന്നത്. ഈ പ്രദേശത്ത് ആന്ത്രാക്സ് ബാധിച്ച മൃഗങ്ങളുടെ ശവങ്ങൾ അടക്കം ചെയ്ത് ഒരുപാട് പഴയ കന്നുകാലി ശ്മശാനങ്ങളുണ്ട്. റഷ്യൻ സൈന്യം ഇവിടെ യാതൊരുവിധ സാനിറ്ററി മാനദണ്ഡങ്ങളും പാലിക്കാതെ രോഗം ബാധിച്ച മൃഗങ്ങളുടെ അവശിഷ്ടങ്ങൾ വീണ്ടും വലിയ തോതിൽ കുഴിച്ചു മൂടുകയാണ് എന്നാണ് യുക്രൈൻ പറയുന്നത്. ഇൻസിനറേഷൻ, അതായത് കത്തിച്ചു കളയുന്നതിന് പകരം വെറുതെ മണ്ണിൽ കുഴിച്ചിടുന്നത് വഴി ഈ മാരക രോഗാണുക്കൾ അന്തരീക്ഷത്തിലേക്കും മണ്ണിലേക്കും പടരാൻ റഷ്യ സാഹചര്യം ഒരുക്കുകയാണ്. നമ്മൾ ഈ പറയുന്ന ആന്ത്രാക്സ് അത്ര നിസ്സാരക്കാരനല്ല. അതിന്റെ പാത്തജൻസിന്, അല്ലെങ്കിൽ അതിന്റെ സ്പോർസിന് മണ്ണിൽ യാതൊരു കേടുപാടും കൂടാതെ പതിറ്റാണ്ടുകളോളം, അതിലുപരി ഒരു നൂറ്റാണ്ട് വരെ ഒക്കെ ജീവനോടെ ഇരിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള 50ഓളം മൃഗശ്മശാനങ്ങൾ ഖേഴ്സണിൽ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അതിൽ 10 അതീവ അപകടകരമായ അവസ്ഥയിലാണ്. അസ്കാനിയ നോവ, അതുപോലെ സ്കാബ്ഡോസ്, സാലൻസ്കി പോർട്ട് എന്നീ ജനവാസ മേഖലകൾക്ക് തൊട്ടടുത്താണ് ഇതൊക്കെ ഉള്ളത്. പല ശ്മശാനങ്ങളും റോഡുകൾക്കും വീടുകൾക്കും വെറും 1 കിലോമീറ്റർ മാത്രം അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലങ്ങളിലൊന്നും യാതൊരുവിധ പ്രൊട്ടക്റ്റീവ് ഫെൻസിങ്ങോ അല്ലെങ്കിൽ മറ്റ് ബയോളജിക്കൽ സേഫ്റ്റി സംവിധാനങ്ങളോ റഷ്യൻ അഡ്മിനിസ്ട്രേഷൻ ഒരുക്കിയിട്ടില്ല. അത് മാത്രമല്ല, കാലപ്പഴക്കം കൊണ്ട് ഇവിടുത്തെ മണ്ണ് ഇടിയാൻ തുടങ്ങിയിട്ടും അത് നന്നാക്കാനായിട്ട് റഷ്യ തയ്യാറായിട്ടില്ല. ഇതിനേക്കാളൊക്കെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ഈ പ്രദേശങ്ങളിൽ പലതും ഉയർന്ന ഭൂഗർഭ ജലനിരപ്പുള്ള സ്ഥലങ്ങളാണ്. അതായത് ഈ ആന്ത്രാക്സ് രോഗാണുക്കൾ ഭൂഗർഭ ജലത്തിൽ കലർന്നാൽ ആ പ്രദേശത്തെ കുടിവെള്ളവും കൃഷിയും പൂർണ്ണമായിട്ടും പോയിസണസ് ആകും. ഇത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കെതിരെയുള്ള പച്ചയായ ജൈവ ഭീകരവാദമാണ് എന്നാണ് യുക്രൈൻ ആരോപിക്കുന്നത്. ഇനി ഇതിന്റെ രാഷ്ട്രീയവും യുദ്ധതന്ത്രപരവുമായിട്ടുള്ള വശം നോക്കാം. യുക്രൈൻ ഇന്റലിജൻസ് മറ്റൊരു അതീവ ഗുരുതരമായ മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. റഷ്യ ഇതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഒരു വ്യാജ കെണിയാക്കാൻ സാധ്യതയുണ്ട്. അതായത് റഷ്യ തന്നെ ഈ ആന്ത്രാക്സ് ബാധിത പ്രദേശങ്ങളിൽ സ്ഫോടനങ്ങളോ ആക്രമണങ്ങളോ നടത്തും. അതിനുശേഷം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന്, കണ്ടോ, യുക്രൈൻ നിരോധിത ബയോ വെപ്പൺസ്, ജൈവ ആയുധങ്ങൾ നിർമ്മിച്ച് ഉപയോഗിക്കുന്നു എന്ന് വരുത്തി തീർത്ത് യുക്രൈനെ ലോകത്തിന് മുന്നിൽ പ്രതിക്കൂട്ടിലാക്കാൻ റഷ്യ വലിയ രീതിയിലുള്ള പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് കീവ് വ്യക്തമാക്കുന്നത്. വാസ്തവത്തിൽ റഷ്യയും യുക്രൈനും തമ്മിൽ ഈ ഒരു ബയോളജിക്കൽ വാർഫെയർ ആരോപണങ്ങൾ ഇതാദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. മുൻപ് റഷ്യ ആരോപിച്ചിരുന്നത് യുക്രൈനിൽ അമേരിക്കയുടെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ബയോ ലാബുകൾ ഉണ്ട് എന്നും അവിടെ മാരകമായിട്ടുള്ള വൈറസുകൾ വികസിപ്പിക്കുന്നുണ്ട് എന്നുമാണ്. എന്നാൽ അതിനൊന്നും കാര്യമായിട്ടുള്ള തെളിവുകൾ റഷ്യ പുറത്തുവിട്ടിരുന്നില്ല. ഇപ്പോൾ യുക്രൈൻ ഉന്നയിച്ച ഈ ആന്ത്രാക്സ് ആരോപണങ്ങളെക്കുറിച്ച് റഷ്യ ഇതുവരെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. സ്വതന്ത്ര അന്താരാഷ്ട്ര ഏജൻസികൾക്കൊന്നും അധിനിവേശ മേഖലകളിൽ കയറി ഇത് പരിശോധിക്കാനും നിലവിൽ സാധിച്ചിട്ടില്ല. എന്നാൽ മുൻകാല സോവിയറ്റ് ചരിത്രം പരിശോധിച്ചാൽ, ഉദാഹരണത്തിന് 1979 സ്വർഡ്ലോവ്സ്ക് ആന്ത്രാക്സ് ദുരന്തം, റഷ്യയുടെ ബയോ വെപ്പൺ പാരമ്പര്യം ലോകത്തിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റിപ്പോർട്ടുകളെ വെറുതെ തള്ളിക്കളയാൻ അന്താരാഷ്ട്ര സമൂഹം തയ്യാറല്ല. ചുരുക്കത്തിൽ, യുദ്ധം ജയിക്കാൻ വേണ്ടി സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും ഭാവിയും വെച്ച് പ്രകൃതിയെ പോലും വിഷലിപ്തമാക്കുന്ന ഇത്തരം കളി ആര് കളിച്ചാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. യുദ്ധത്തിന് പോലും ചില അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള ഈ അനാസ്ഥയോ അതോ ആസൂത്രിത നീക്കമോ എന്ത് തന്നെ ആയാലും ഒരു വലിയ ബയോളജിക്കൽ ഡിസാസ്റ്ററിലേക്ക് ഇത് വഴിമാറുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കണ്ടറിയണം. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.